അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അയിനൂസിന് നേരെ മേലൊക്കെ കഴിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ബിസ്ക്കറ്റ് നോക്കിയാണ് ഈ പോകുന്നത്. അപ്പോൾ ഞാൻ കടയിൽ പോയി ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവൾക്ക് അത് കൈ കൊടുത്തിട്ട് ഞാൻ വേഗം ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു മടക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫുള്ള് ഷിനിക്കാക്കുന്ന ഡ്രസ്സാണേ. അതെല്ലാം കൈയോടെ മടക്കി വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ അത് അലമാരി കൊണ്ടുപോയി വെക്കാട്ട ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ഓട്ടോ ആയിരുന്നു. ഞാൻ ഓടിയത് വേറെ ഒന്നല്ല കേട്ടോ. ഈ ബാംഗ്ലൂർ ഡേയ്സിൽ ഈ ഒരു സീൻ ഉണ്ടല്ലോ, ഈ ഒരു പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കേട്ടോണ്ടിരിക്കാനേ തോന്നൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് അങ്ങനെ നമ്മുടെ ഐനൂസ് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ രാത്രിക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചോട്ടോ. അപ്പോൾ ഇന്നും കുറച്ച് ഗോവക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊലത്താന്ന് വിചാരിച്ചിട്ടാ. ഞാനാണെന്നുണ്ടെങ്കിൽ ഗോവക്ക കൊലത്താൻ വേണ്ടിയിട്ട് ആദ്യം വേറൊരു ചട്ടിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ആ ചട്ടി നല്ല ചൂടുണ്ടായിരുന്നു. അത് കയ്യോടെ എടുത്തിട്ട് എൻ്റെ കൈ ആകെ പൊള്ളി നാശമായിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്ത് ചെയ്യാനാ, നമ്മളല്ലാണ്ട് ആര് ചെയ്യാനാ കുക്കിങ്ങൊക്കെ. അപ്പോൾ ഞാൻ വേഗം കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ ഗോവക്ക തട്ടിക്കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാട്ടാ ചെയ്യുന്നത്. സാധാരണ നമ്മൾ കുത്തി മൂപ്പിക്കൂലേ, അത് തന്നെയാട്ടോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേഗം ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് വാടും. അങ്ങനെ അതെല്ലാം മൂടി വെച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയില്ലേ അതൊന്ന് കുത്തി മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കുത്തി മൂപ്പിക്കാണ്ട് വെറുതെ അതിൽ തന്നെ ഇട്ട് കൊടുക്കാട്ടോ എല്ലാം ചെയ്യുന്നത്. പിന്നെ ചോറുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറ് വേഗം തിളപ്പിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചേ. തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു ചോറ്. ഞാനൊരു ഉച്ച ടൈമായപ്പോൾ വെച്ചതാണ്, വൈകുന്നേരം ആയപ്പോഴാണ് എടുത്തത്. അപ്പോൾ ചോറ് നല്ലോണം വെന്തത് കണ്ടപ്പോൾ ഇനി തിളപ്പിക്കാനൊന്നും നിന്നില്ല. വേഗം തന്നെ ചോറ് വാർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ആ ഗോവക്കയിലോട്ട് കുറച്ച് മുളക് പൊടി, ഇടിച്ച മുളകും എല്ലാം കൂടി തട്ടിക്കൊടുത്തിട്ട് നല്ലോണം ആവി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗോവക്ക സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ നമ്മൾ കുഞ്ഞു വീഡിയോ നമ്മൾ വീഡിയോസ് പുതിയതായിട്ടായിരുന്നു. കാണാനായിട്ട് സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തുണ്ട്. ബൈ.